ഞാൻ കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞിട്ട് പാസ് ഔട്ട് ആയിട്ട് ഇപ്പോൾ ഒരു വർഷമാവുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു, BSc നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ IELTS പഠിച്ചു, ഒരു പ്രാവശ്യം ഫെയിലായി. പിന്നെ ഒന്നുകൂടി എഴുതാമെന്ന് വിചാരിച്ച് ഒന്നുകൂടി എഴുതി ജയിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ രണ്ടാമത്തെ വട്ടം പിന്നെയും തോറ്റുപോയി. ലോൺ എടുക്കേണ്ടി വന്നപ്പോഴത്തേനും വഴി ഒരു വലിയ തടസ്സമായി മാറി. കാരണം 33 വർഷം മുമ്പ് എൻ്റെ വീട് ഉണ്ടാക്കിയപ്പോൾ തന്നെ എഴുതി തന്നതായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ വഴി പഞ്ചായത്തിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുകയോ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എഞ്ചിനീയർ ഞങ്ങളുടെ വീട് അങ്ങനെ വരയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു മാപ്പ് വരയ്ക്കുമ്പോഴത്തേനും ഞങ്ങൾക്ക് വഴിയില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഞങ്ങൾക്ക് ബാങ്ക് ലോൺ തരുമോ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഇതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എഴുതി തന്ന ആളോട് തന്നെ ഒന്നുകൂടി പോയി പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ മുഖത്ത് നോക്കി പറയുമായിരുന്നു ഞങ്ങൾക്ക് പറ്റത്തില്ല, അതുകൊണ്ട് അതിനൊരു സ്റ്റോപ്പ് ഇട്ട് വെച്ചേക്കുമായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ കുറേ പ്രാവശ്യം നിർബന്ധിച്ചായിരുന്നു. ഉടമ്പടി എടുത്ത് ഏകദേശം 1-2 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങളൊന്നും കൂടി ആ സാറിൻ്റെ വീട്ടിലേക്ക് പോയി. സാറ് പണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊരു രീതിയിൽ തന്നെ ഞങ്ങൾ നേരെ മുഖത്ത് നോക്കി പറഞ്ഞു അത് റെഡിയാക്കി തരാലോ, ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ അപ്പനോട് പറയുകയും എന്നൊക്കെ നിന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ PT എന്ന പരീക്ഷ ഒന്നും കൂടി എഴുതാമെന്ന് വിചാരിച്ചായിരുന്നു. ഒരു മാസം പോയിരുന്ന് അത് പഠിച്ചിട്ട് ഒരു മാസത്തിനകം എക്സാം എഴുതുകയും 4 വിഷയങ്ങളിൽ 3 വിഷയങ്ങളിൽ എനിക്ക് 90 കിട്ടുകയും ഒരു വിഷയത്തിന് എനിക്ക് 89 കിട്ടുകയും ചെയ്തു. എന്നെ പഠിപ്പിച്ച ആ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു. ഇതുവരെ ആ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു മാർക്ക് കിട്ടിയിട്ടില്ല. അന്ന് എക്സാം എഴുതാൻ പോയപ്പോഴത്തേനും കാശ് രൂപയൊക്കെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു പോയത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും വിസയ്ക്ക് കൊടുത്തപ്പോഴത്തേനും ഞങ്ങൾ ഇത്രയും തിരക്കായതുകൊണ്ട് പിന്നെ കുറേ താമസിച്ച് പോയായിരുന്നു. അതുകൊണ്ട് നല്ല പേടിയായിരുന്നു, വിസ കിട്ടത്തില്ല, ചിലപ്പോൾ വിസ റിജക്റ്റ് ആയി പോകും. ഞങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. കൃപാസന പ്രാർത്ഥന രാവിലെയും വൈകിട്ടും അപ്പനും അമ്മയും ഞങ്ങളെല്ലാം കുടുംബത്തോടു കൂടി ഒന്ന് ചെല്ലുമായിരുന്നു. ഇതിനുശേഷം എനിക്ക് ഏപ്രിൽ 15-ാം തീയതി എനിക്ക് വിസ അടിച്ചു. ഈ മെയ് 14-ാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്തേക്കുമാണ് ഓസ്ട്രേലിയയിലേക്ക്. ഈ മെയ് 14-ാം തീയതി ഞാൻ പോവുകയാണ്.